ഹായ് അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ബീഫ് വെച്ചിട്ടും ചിക്കൻ വെച്ചിട്ടും മട്ടൻ വെച്ചിട്ടും നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇത് അഫ്ഗാനിസ്ഥാൻ്റെ ഒരു സ്പെഷ്യൽ പുലാവ് റെസിപ്പിയാണ് കേട്ടോ. യഗ്നി പുലാവ് എന്നാണ് ഈ ഒരു റൈസിന് പറയുക. ഞാനിപ്പം ബീഫ് വെച്ചിട്ടാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത്. ഇത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും നിങ്ങൾക്ക് അടിപൊളി ടേസ്റ്റിയാണ്. വീഡിയോ എല്ലാവരും എന്തായാലും മുഴുവനായിട്ട് തന്നെ കണ്ടുവെക്കാം. അപ്പോൾ ഈ ഒരു റൈസ് റെഡിയാക്കാൻ വേണ്ടിക്ക് ഞാനിതാ 1 കിലോ ബീഫ് വലിയ പീസാക്കിയിട്ട് കട്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കലാണ്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു ബേ ലീഫ്, കറാമ്പൂ, ഒരു 6 കറാമ്പൂ, 8 ഏലക്ക, 1 ടീസ്പൂണ് കുരുമുളക്, കൃഷി ചെയ്തതാണെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരു പട്ടൻ്റെ പീസ് എല്ലാം ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് മുഴുവനായിട്ടുള്ള മല്ലിയില്ലേ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂണ് വലിയ ജീരകം ഫെനൽ സീഡില്ലേ അതും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു വലിയ ഉള്ളി, ഒരു ബൾബ് വെളുത്തുള്ളി, വലിയ വെളുത്തുള്ളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഒരു 5 പച്ചമുളക് എന്താ പറയുക മൊത്തോടുകൂടി എടുത്തിട്ടുണ്ട്. 1 ഇഞ്ച് വലിപ്പത്തിൽ 1.5 ഇഞ്ച് വലിപ്പത്തിൽ ഇഞ്ചി തൊലി കളഞ്ഞിട്ട് ചെറിയ പീസാക്കിയിട്ട് കട്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കലാണ്. ഞാൻ വെളുത്തുള്ളി തൊലിയൊന്നും കളയുന്നില്ല കേട്ടോ, മുഴുവനായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കലാണ്. വെളുത്തുള്ളി നല്ലോണം കഴുകിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിക്ക്. ഇനിയിപ്പം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. ബീഫ് വേവാൻ ആവശ്യത്തിനുള്ള ഞാനിപ്പം 1.5 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കലാണ്. എന്നിട്ട് എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കുക. കറക്റ്റ് 8 വിസിൽ വരെയാണ് കേട്ടോ ഞാൻ ബീഫ് വേവിച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് എത്രയാണോ ബീഫ് വേവണ്ടേ, നിങ്ങൾക്കൊരു കണക്കുണ്ടാവില്ലേ, ബീഫ് കറി വേവിക്കുമ്പം ഇത്ര വിസിൽ നിങ്ങൾ വേവിക്കുന്നുണ്ടാവില്ലേ, അത്രയും വേവിച്ചെടുക്കുക കേട്ടോ. ഞാനിപ്പം 8 വിസിലാണ് വേവിച്ചെടുക്കുന്നത്. പിന്നെ ഞാനിപ്പം പറഞ്ഞ സ്പൈസസ് എല്ലാം ഇതുപോലെ തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പം ഇത് അടച്ച് വെച്ചിട്ട് ഞാൻ 8 വിസിൽ വരെ വേവിച്ചെടുക്കലാണ്. ഇത് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന പുലാവ് റെസിപ്പിയാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റുമാണ്. ഇനിയിപ്പം ആ ബീഫ് വേവുന്ന ടൈമിൽ ഞാൻ റൈസ് കഴുകിയിട്ട് കുതിർത്ത് വെക്കലാണ്. ഞാനിപ്പോൾ ഇതാ ഇന്ത്യ ഗേറ്റിൻ്റെ എന്താ പറയുക ബസ്മതി റൈസില്ലേ അതാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു പാക്കാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് റൈസ് വേണമെന്നുണ്ടെങ്കിലും എടുക്കാം. എനിക്കിത് കുറച്ചുകൂടി നല്ലതായിട്ട് തോന്നുന്നതുകൊണ്ട് ഞാൻ എടുക്കുന്നതാണ്. ഞാനിപ്പം 4 കപ്പ് 1 കിലോ റൈസിലാണ് ഈ ഒരു യഗ്നി പുലാവ് റെഡിയാക്കി എടുക്കുന്നത്. ഞാൻ നല്ലോണം കഴുകിയിട്ട് കുറച്ച് വെള്ളത്തിൽ ഒരു 5 മിനിറ്റ് റൈസ് കുതിർത്ത് വെക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതാ നമ്മൾ എന്താ പറയുക ഈ ഒരു പുലാവ് റെഡിയാക്കുന്ന ആ ഒരു വലിയ പോട്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് ഓയിൽ, ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. വെളിച്ചെണ്ണ ആയാലും കുഴപ്പമൊന്നുമില്ല, ഏതെങ്കിലും ഓയിൽ എടുക്കുക. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് ഞാൻ ഉള്ളി ഫ്രൈ ആക്കി എടുക്കലാണ്. നമ്മൾ ബിരിയാണിക്ക് ചെയ്യൂലേ അതുപോലെ ഉള്ളി 2 വലിയ ഉള്ളി കട്ടാക്കിയിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കലാണ്. ഞാനിതാ കുറച്ചായിട്ടാണ് കേട്ടോ ഉള്ളി ഇട്ടിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുന്നത്. ഇതെന്തായാലും ചെയ്തെടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഉള്ളി ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു കളറാകുമ്പം കോരി മാറ്റാം. ഇനിയിപ്പം തീ ഓഫ് ചെയ്യുക. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർക്കുക. 4 ഏലക്ക, 2-3 കറാമ്പു, 1/2 ടീസ്പൂണ് ചെറിയ ജീരകം ക്യുമിൻ സീഡില്ലേ അത്, ഒരു ബേ ലീഫ്, ഒരു ചെറിയ പീസ് പട്ട. ഞാൻ ആ പ്ലേറ്റിൽ കാണിച്ചിട്ടില്ലേ ആ ഐറ്റംസ് എല്ലാം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് ഞാൻ 8 അല്ലി വെളുത്തുള്ളി ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. തീ ഓണാക്കിയിട്ടില്ലേ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കുക. നമ്മൾ ഉള്ളി ഒന്ന് ഫ്രൈ ആക്കിയില്ലേ അതുകൊണ്ട് തന്നെ എന്താ പറയുക ഓയിലിന് നല്ല ചൂടുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ഈ സ്പൈസസ് ചേർത്ത് കൊടുക്കുമ്പം തീ ഓഫ് ചെയ്യാൻ പറഞ്ഞത്. പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ആ ഒരു ടൈമിൽ നമ്മൾ ബീഫ് നല്ലോണം കുക്കായിട്ട് വന്നിന്. ഇനിയിപ്പം എന്താ പറയുക ബീഫ് വെന്ത വെള്ളം മാറ്റിയിട്ട് ബീഫ് മാത്രം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ആ ഒരു എന്താ പറയുക വെളുത്തുള്ളി ഉള്ളി ഐറ്റംസ് എല്ലാം ആ ഒരു വെള്ളത്തിൽ മാറ്റിക്കോ. ബീഫ് മാത്രം കോരിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ടൊന്ന് ജസ്റ്റ് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കുക. അപ്പം ജസ്റ്റ് ഒന്ന് ബീഫ് ഫ്രൈ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു 1/4 കപ്പ് തൈര് ചേർത്ത് കൊടുക്കുക. പുളിയുള്ളതായാലും എന്താ പറയുക പുളിയില്ലാത്തതായാലും കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് ഒരു 5 പച്ചമുളകും നമ്മൾ നേരത്തെ ഫ്രൈ ആക്കി വെച്ച ഉള്ളിയില്ലേ അതിൽ നിന്നും പകുതി ഒരു ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കുക. ഇപ്പം ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചോ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനിയിപ്പം ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കണം. നമ്മൾ ബീഫ് വേവിച്ച വെള്ളയിലെ അത് അരിച്ചിട്ട് ഞാനിതാ ഒരു കപ്പിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഞാൻ ബീഫ് വേവിച്ച വെള്ളം ടോട്ടലി 2.5 കപ്പ് ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനിപ്പം 1 കിലോ റൈസിനല്ലേ ചെയ്തെടുക്കുന്നത്. അപ്പം
1 കിലോ എന്ന് പറയുമ്പോൾ 4 കപ്പ് റൈസാണ് എടുത്തിട്ടുള്ളത്. അപ്പം 6 കപ്പ് വെള്ളം വേണം കേട്ടോ. 6 കപ്പ് വെള്ളം ഞാൻ ബീഫിൻ്റെ വെള്ളം അടക്കം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു ചെറുനാരങ്ങ നല്ലോണം പിഴിഞ്ഞിട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലോണം തിളപ്പിച്ചെടുക്കുക. പിന്നെ വെള്ളത്തിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. എൻ്റെ ബീഫ് വെന്ത വെള്ളം 2.5 കപ്പ് ഉണ്ടായിട്ടുണ്ടായിനി. ബീഫ് വെന്ത വെള്ളം ഒരു അരിപ്പയിൽ അരിച്ചിട്ട് അളന്നെടുക്കുക കേട്ടോ. എന്നിട്ട് ബാക്കി എത്ര വെള്ളം വേണോ അതനുസരിച്ച് ചേർത്ത് കൊടുക്കുക. നിങ്ങൾ എത്രയാണോ റൈസ് എടുക്കുന്നത് അതിനനുസരിച്ച്. 1 കപ്പ് റൈസിനിലെ 1.5 കപ്പ് വെള്ളം എന്ന അളവിലാണ് കറക്റ്റ് ഇട്ട് കൊടുക്കേണ്ടത്. ഞാനിപ്പം 4 കപ്പ് റൈസ് ആയതുകൊണ്ട് 6 കപ്പ് വെള്ളം. ബീഫിൻ്റെ വെള്ളം 2.5 കപ്പ് ഉണ്ടായിട്ടുണ്ടായിന്. ബാക്കി 3.5 കപ്പ് വെള്ളം ഞാൻ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിന് കേട്ടോ. എന്നിട്ട് നല്ലോണം തിളപ്പിച്ചെടുക്കുക. തിളച്ച് വന്നാൽ മാത്രം ഇതിലേക്ക് കഴുകിയിട്ട് ഊറ്റി വെച്ച റൈസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നല്ലോണം തിളച്ചിട്ട് വെള്ളം വറ്റുന്ന ടൈം ഉണ്ടാവില്ലേ, ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കണം കേട്ടോ ഇതെല്ലാം ചെയ്യുമ്പം. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഇതിങ്ങനെ വെള്ളം വറ്റി വരും. വെള്ളം വറ്റി വരുന്ന ടൈമിൽ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് ഗീ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ മിക്സ് ആക്കി എടുക്കുക. എന്നിട്ട് ബാക്കിയുള്ള ഉള്ളിയില്ലേ നമ്മൾ ഫ്രൈ ആക്കി വെച്ചാൽ, നമ്മൾ 2 ഉള്ളി ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ടായിന്, ബാക്കി വന്ന ഉള്ളിയില്ലേ അതും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കുക. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ ബബിൾസ് എല്ലാം വരുന്ന ടൈമിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ച് വെച്ച് ഒരു 10-20 മിനിറ്റ് കുക്കാക്കി എടുക്കുക. ഇടയിലൊന്നും മിക്സ് ആക്കി എടുക്കേണ്ട ആവശ്യമില്ല, അങ്ങനെ തന്നെ കുക്കായിട്ട് വരും കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ബീഫ് യക്നി പുലാവ് റെഡി ആയിട്ടുണ്ട്. ഇതൊരു 5 മിനിറ്റ് സെറ്റ് ആവാൻ വേണ്ടിക്ക് വെയിറ്റ് ചെയ്യുക തീ ഓഫ് ചെയ്ത ശേഷം. എന്നിട്ട് ഇത് സെർവ് ചെയ്യുക കേട്ടോ. അടിപൊളി ടേസ്റ്റും നല്ലൊരു സ്മെല്ലെല്ലാം ഒന്ന് കേട്ടോ. എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. ബീഫ് മന്തിയിലും ബിരിയാണിയിലും കൂടുതൽ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇത് നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കുക. പിന്നെ ഞാൻ ഉണ്ടാക്കിയ യമനി മന്തീൻ്റെ റെസിപ്പി ഒരുപാട് പേര് ഉണ്ടാക്കിയിട്ട് നല്ല നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിന്. താങ്ക് യു സോ മച്ച്. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു റെസിപ്പിയും ഇഷ്ടപ്പെടും. എന്തായാലും ഉണ്ടാക്കി നോക്കുക. പാർട്ടിയിലും ഇല്ലാന്നുണ്ടെങ്കിൽ വീട്ടിൽ വെറുതെ എല്ലാം ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണ്. ഞാനിപ്പോൾ ഇതാ എല്ലാം കൂടി സെറ്റാക്കി എടുക്കലാണ്. പിന്നെ വെള്ളത്തിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം കറക്റ്റ് അളവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഒരു സ്മൈലെങ്കിലും കമൻ്റ് ആയിട്ട് ഇടാം കേട്ടോ. എന്നാലാണ് കൂടുതൽ വീഡിയോസ് ചെയ്യാൻ തോന്നുക. പിന്നെ എല്ലാവരും കമൻറ്റ് കാണുന്നുണ്ട്. എല്ലാവർക്കും അധികം ആൾക്കാർക്കും ഞാൻ റീപ്ലൈ കൊടുക്കലുണ്ട്. ആർക്കെങ്കിലും തന്നിട്ടില്ലെങ്കിൽ സോറി. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും ഇൻഷാ അല്ലാഹ് അസ്സലാമു അലൈക്കും, ബൈ.